സ്ഥലമില്ലാത്തതിനാൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവർക്ക് വഴി കാട്ടുകയാണ് കോതമംഗലത്തെ ഒരു കർഷകൻ. കവളമാക്കൽ ജോസ് എന്ന ഈ കർഷകൻ 6 സെന്റിൽ വിളയിച്ചെടുക്കുന്നത് വിവിധ ഇനം പച്ചക്കറികളാണ്. കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ 100 മേനി വിജയം നേടാം. ഇതിന് സമയവും സ്ഥലപരിമിതിയും ഒന്നും തടസ്സമല്ല. കോതമംഗലം മലയിൻ കീഴിൽ KC ജോസ് കവളമാക്കലിന്റെ 6 സെന്റ് വരുന്ന വീട്ടുമുറ്റം പച്ചക്കറികളാൽ സമൃദ്ധമാണ്. ആകെ 6 സെന്റ് സ്ഥലമാണുള്ളത്. തക്കാളി, കോളിഫ്ലവർ, കാബേജ്, വെണ്ട, മുളക്, ചെറുനാരങ്ങ, ബഡ്പ്ലാവ്, വഴുതന, കുറ്റിക്കുരുമുളക് തുടങ്ങിയവയാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. 15ഓളം കോഴികളെ വളർത്തി നാടൻ കോഴിമുട്ടയും കൂടാതെ വളവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വീട് നിൽക്കുന്ന ഇടം കഴിഞ്ഞാൽ കണ്ടിടത്തെല്ലാം ജോസ് കൃഷി ഇറക്കുകയായിരുന്നു. 1 ഇഞ്ച് പോലും പാഴാക്കിയില്ല എന്നതാണ് വസ്തുത. സ്ഥലമില്ല എന്നുള്ളൊരു കാരണത്താലും നമ്മൾ ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഇതേമാതിരി നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഈ ഗ്രോ ബാഗിൻ്റെ അകത്ത് ഇതേമാതിരി നമുക്ക് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അതേമാതിരി വിഷമില്ലാത്ത ആഹാരം നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കുവാനും ഇതിൽ കൂടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതേമാതിരി കൃഷി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീടിരിക്കുന്ന ഭാഗം കഴിഞ്ഞുള്ള മുറ്റത്താണ് ഗ്രോ ബാഗുകളിലും ചാക്കുകളിലുമായി കൃഷി. വീട്ടാവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കുകയും ചെയ്യുന്നുവെന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. പലതവണ കൃഷിവകുപ്പിന്റെ അവാർഡ് ജോസിനെ തേടിയെത്തി. വിദേശത്തു നിന്നും കൊണ്ടുവന്ന മുന്തിരി, തക്കാളി എന്നിവ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ കൗതുകമാണ്. വിളവെടുപ്പ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ആറ് സെന്റ് സ്ഥലത്തും നമുക്ക് ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു മാതൃകാ കർഷകനായി ജോസേട്ടൻ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 6 സെന്റ് സ്ഥലത്ത് നമ്മുടെ ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ പച്ചക്കറികളും അതോടൊപ്പം തന്നെ വീട്ടാവശ്യം കഴിഞ്ഞ് പുറത്ത് വിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് വിഷരഹിതമായ പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതോടൊപ്പം തന്നെ മുന്തിരി തക്കാളി, വിദേശ രാജ്യങ്ങളിലുള്ള മുന്തിരി തക്കാളി, സാധാരണയുള്ള തക്കാളി, കുരുമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ ഉൾപ്പെടെ ഒരു വീട്ടിൽ പച്ചമുളക് ഉൾപ്പെടെ ഒരു വീട്ടിൽ ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ നാടിന് തന്നെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്കാണ് ജോസേട്ടൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സ്ഥലമില്ല എന്ന കാരണത്താൽ കൃഷി ഒഴിവാക്കരുതെന്നും എല്ലാവരും ഇതേ രീതിയിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാകണമെന്നുമാണ് ജോസിന് പറയാനുള്ളത്.